മാസം മുഴുവൻ എല്ലുമുറിയെ പണിയെടുത്താലും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ. കമ്പനി നൽകുന്ന ആനുകൂല്യങ്ങൾക്കായി ശമ്പളത്തിൽ ഗണ്യമായ പങ്ക് വെട്ടിച്ചുരുക്കുമ്പോൾ 1000-ൽ താഴെ രൂപയാണ് ജീവിത ചെലവുകൾക്കായി അവശേഷിക്കുന്നത്. മൂന്നാറിലെ തോട്ടം മേഖലയെക്കുറിച്ചുള്ള റിപ്പോർട്ടർ അന്വേഷണം തുടരുന്നു. ടാറ്റയുടെ തോട്ടത്തിൽ ഒരു മാസം പണിയെടുത്ത തൊഴിലാളികളിലൊന്നിന്റെ ശമ്പള ചീട്ടാണിത്. തൊഴിലാളികൾ പിരിതി എന്ന് വിളിക്കുന്ന ഈ ചീട്ട് കമ്പനിയുടെ സൗജന്യ അവകാശവാദങ്ങളുടെ യഥാർത്ഥ ചിത്രം വെളിപ്പെടുത്തും. 5901 രൂപ ശമ്പളം ലഭിച്ചയാളിൽ നിന്ന് കമ്പനി പിടിക്കുന്നത് ഇവയൊക്കെ: PF 708, LIC 341, വൈദ്യുതി ചാർജ് 388, അരി 750, വിറക് 420, സഹകരണ സംഘം 1050 എന്നിവയടക്കം കിഴിവ് വരുന്നത് 4181 രൂപ. ശമ്പളത്തിൽ അവശേഷിക്കുന്നത് 1720 രൂപ. തേയിലക്കാട്ടിൽ നിന്നും 2 കുട്ടികളെ സ്കൂളിലെത്തിക്കുന്നതിനുള്ള വണ്ടിക്കൂലി മാത്രം 1000 രൂപ. പലചരക്ക്, പച്ചക്കറി തുടങ്ങിയ മറ്റിനങ്ങൾക്കായി ഒരാൾ പണിയെടുക്കുന്ന കുടുംബത്തിന് ബാക്കിയുള്ളത് 720 രൂപ. മീനോ ഇറച്ചിയോ കുട്ടികൾക്ക് നൽകണമെങ്കിൽ പിന്നെയും നല്ല കാലം നോക്കണം. சம்பாதித்தின காரியம் പറയുകയും வேണ്ട. ഇതില വിട്ട് நாங்க பிள்ளைகளுக்கு ஆட்டோ பைசா 2 பிள்ளைங்க இருக்கங்க வீட்ல 1000 ரூபாய் கொடுக்கணும். 3 பிள்ளைங்க 4 பிள்ளைங்க இருக்கங்க வீட்ல 2000 ரூபாய் ஆயிருது ஒரு மாசத்துக்கு. பின்ன இதை விட நாங்க காய்கறிக்கு ஒரு வாரத்துக்கு 600 ரூபாய்க்கு மேல தான் காய்கறி வாங்கணும். 10 കിലോമീറ്റർ ദൂരം പിന്നിട്ട് കാട്ടിലൂടെ ജോലിക്കെത്താൻ 10 മിനിറ്റ് വൈകിയാലും ശമ്പളത്തിൽ കുറവ് വരും. ശാരീരിക അസ്വാസ്ഥ്യമടക്കമുള്ളവയ്ക്ക് വിശ്രമിച്ചാലും വേതനം കുറയും. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലെ കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി വേതനം നിശ്ചയിക്കാനൊരുങ്ങുന്ന ഉടമയും സർക്കാരും ഈ യാഥാർത്ഥ്യങ്ങൾ കാണണമെന്നാണ് തൊഴിലാളികളുടെ അപേക്ഷ. സൗജന്യമെന്ന് കമ്പനി വിശേഷിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും പണം വെട്ടിച്ചുരുക്കിയത് ഒഴിവാക്കിയാൽ 2000-ൽ താഴെ പണം മാത്രമാണ് ഇവർക്ക് കയ്യിൽ ലഭിക്കുക. ഈ തുകയ്ക്ക് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ കാട്ടേണ്ടി വരും. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം MS അനീഷ് കുമാർ, റിപ്പോർട്ടർ.